ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യയിൽ അനുഗ്രഹീതമായ ദൈവികമായ കൃപകൾ ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, തരിക നിൻ വരങ്ങൾ. ശിഷ്യസമൂഹമതിൽ പകർന്നൊഴുകിയപ്പോ ഇന്നീ ദാസരിലും വന്നു നിറയണമേ. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞിടുവാൻ, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞിടുവാൻ പരിശുദ്ധാത്മാവേ ബുദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവേ ബുദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, തരിക നിൻ വരങ്ങൾ. വചനം ഗ്രഹിച്ചിടാൻ, അതിൽ വളർന്നിടാൻ. വചനം ഗ്രഹിച്ചിടാൻ, അതിൽ വളർന്നിടാൻ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. എല്ലാവർക്കും ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, തരിക നിൻ വരങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അനുഭവങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ആത്മചൈതന്യം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വരണമേ. അവിടുത്തെ നൽവരങ്ങൾ ഞങ്ങളിലേക്ക് നൽകണമേ എന്നുള്ള ആഗ്രഹത്തോടെ വാഞ്ചയോടെ നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, തരിക നിൻ വരങ്ങൾ. ദാഹത്തോടെ ചേർന്ന് നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, തരിക നിൻ വരങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആരാധന, മഹത്വം. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. തമ്പുരാനെ, നിന്റെ ദിവ്യമായ ആ സ്നേഹത്തിൻ്റെ തണലിൽ ഞങ്ങളായിരിക്കുന്നു. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുമ്പോൾ, നിന്റെ തിരുവചന ശ്രവണത്തിനായിട്ട് നിന്റെ പാദപീഠത്തെങ്കിലായിരിക്കുന്ന അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ മാധുര്യമേറിയ വചനങ്ങൾ ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപാന്തരത്തിന്, കർത്താവെ, നിന്നോടുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ ചില ബോധ്യങ്ങൾ പ്രാപിക്കുന്ന സന്ധ്യയായി തീരുവാൻ ഈ നിമിഷങ്ങളെ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മുന്നിൽ അവരുടെ ഹൃദയത്തിൻ്റെ നിലങ്ങളെ ഒരുക്കിക്കൊണ്ട്
ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലഭിക്കുന്ന വചന ചിന്തകൾ ആഴത്തിൽ നിന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ ജീവിതത്തെക്കാൾ അപ്പുറത്ത് ഞങ്ങൾക്കായി ഒരുക്കപ്പെടുന്ന ഒരു രാജ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളും ദുർഘട നിമിഷങ്ങളിലും കരുതുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഈ സന്ധിയിൽ അവിടെ നാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, ആഴത്തിൽ ഞങ്ങളെ സ്പർശിക്കണമേ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചിരുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ശക്തമായി നിഴലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായി അടിയങ്ങൾ കാതോർക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ച് ഏൽപ്പിക്കണമേ. നിന്റെ മക്കളിലേക്ക് വിതരണം ചെയ്യുവാൻ തക്കവണ്ണം, ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അടിയനെ ഒരുക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളുടെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ, ആയിരിക്കുന്ന ഇടങ്ങളിൽ, പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആഴത്തിൽ ബോധ്യങ്ങൾ പ്രാപിക്കുന്ന സന്ധിയായി തീർക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കുവൈറ്റ് ഇടവകയുടെ ഈ ആത്മീയ വിരുന്നിൽ നമുക്കൊരുമിച്ച് ആയിരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ തമ്പുരാൻ വീണ്ടും നമുക്ക് അവസരം നൽകിയതോർത്ത് ദൈവത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. വളരെ വലിയ സംഭവങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യത്തിലൂടെ നാം കടന്നു പോവുകയാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ യുദ്ധത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഭീഷണികളെ ഒക്കെയും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ഫലങ്ങൾ, ഇന്ന് അസമാധാനം നമ്മളുടെ ഇടയിലൊക്കെ, ഭീതിജനകമായ അനുഭവങ്ങളൊക്കെ ഇന്ന് നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ തളരാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവസ്നേഹം തിരിച്ചറിയുവാൻ ഈ സന്ധിയിൽ നമുക്ക് കഴിയുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദൈവ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായ ഭാഗം എന്ന് പറയുന്നത് ശുദ്ധമുള്ള മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള ദൈവ തിരുവചനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരുടെ ക്രമീകരണത്താൽ നാം ദൈവാലയത്തിൽ വായിച്ചു കേട്ടതായ ദൈവ തിരുവചനമാണ് ഇത്. ഇവിടെ ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്: യേശുതമ്പുരാൻ സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോവുകയാണ്. ആ പ്രദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുക്കൽ ഇപ്രകാരം വിളിച്ച് പറയുകയാണ്: കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചിരിക്കുകയാണ്. അവൾ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ സമീപിക്കുന്ന ഒരു രംഗമാണിത്. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, ഇവളെ പറഞ്ഞയക്കണമേ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, ഇസ്രയേൽ ഗൃഹത്തിലെ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്നുള്ള മറുപടിയാണ് വാസ്തവത്തിൽ യേശുതമ്പുരാൻ നൽകുന്നത്. വീണ്ടും കർത്താവേ, എന്നെ സഹായിക്കണേ എന്നുള്ള ആ വലിയ നിലവിളിയോടുകൂടെ തമ്പുരാന്റെ മുന്നിൽ, യേശു തമ്പുരാന്റെ മുന്നിൽ നമസ്കരിക്കുന്ന കനാന്യ സ്ത്രീയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ വീണ്ടും യേശു തമ്പുരാൻ പറയുന്നുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ വളരെ വിനയത്തോടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. അവളിങ്ങനെ പറഞ്ഞു, കർത്താവേ, നായ്ക്കുട്ടികളും
ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, തിന്നുന്നുണ്ടല്ലോ എന്നാണ് മറുപടി പറയുന്നത് വിനയപൂർവം. ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് യേശുദമ്പുരാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. അത് 28-ാമത്തെ തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് ആ വാക്യത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്ന വാക്കുകൾ ഇതാണ്: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴിക മുതൽ ആ കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം വന്നു എന്നാണ് ദൈവ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ യേശു തമ്പുരാൻ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ അഭിനന്ദിക്കുന്ന, അതിന് തക്ക പ്രതിഫലം കൊടുക്കുന്ന 2 അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നത്. രണ്ടാമത്, കപർന്നഹോമിലെ ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യം നൽകുന്ന 2 അത്ഭുതങ്ങളാണ്. വളരെയേറെ ആഴത്തിൽ അഭിനന്ദനം സ്വീകരിക്കുന്ന, അതിനാവശ്യമായിരിക്കുന്ന പ്രതിഫലം കൊടുക്കുന്ന 2 അത്ഭുതങ്ങൾ. ഈ 2ലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് വിജാതീയരായിട്ടുള്ള ആളുകളാണ്. ഈ സംഭവം നടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് വെച്ചാണ്. പുരാതന കാലങ്ങളിൽ ഈ പ്രദേശങ്ങൾ കനാന്യരുടെ കൈവശമായിരുന്നു. എന്നാൽ മഹാനായ അലക്സാണ്ടറിൻ്റെ കാലത്ത് ഈ പ്രദേശം ഗ്രീക്ക് ആധിപത്യത്തിന് കീഴിലായിരുന്നുവെന്ന് പ്രസ്താവ്യമാണ്. യേശുവിൻ്റെ കാലത്ത് ഇവ ഗ്രീക്ക് പട്ടണങ്ങൾ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. കർത്താവ് സോർ, സീദോൻ എന്നിടങ്ങളിലേക്ക് കടന്നു വരികയാണ്. ദൂര യാത്ര എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരല്പം വിശ്രമം തേടിയുള്ള യേശുവിൻ്റെ ഒരു മാറ്റമാണെന്ന് ഒരുപക്ഷെ കരുതുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ കനാന്യ സ്ത്രീ സ്വന്തം മകളുടെ രോഗസൗഖ്യത്തിനായിട്ട് വിലപിക്കുന്ന ഒരു സ്ത്രീയായി ഇവിടെ കാണപ്പെടുമ്പോൾ യേശുദമ്പുരാൻ അതിൻ്റെ ആരംഭത്തിൽ തന്നെ അവളെ നിരാശപ്പെടുത്തുന്നതായിട്ടാണല്ലോ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. അവളുടെ നിവേദനത്തിന് പരിഹാരമുണ്ടാക്കുവാൻ അല്ല കർത്താവ് വന്നത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്ന യേശുദമ്പുരാൻ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഭാവമാണ് കനാന്യ സ്ത്രീയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ ആത്മീയമായ പ്രകാശം അറിഞ്ഞും കേട്ടും അനേകം ആളുകൾ യേശുവിനെ കാണാൻ വന്നിരുന്നു. ആത്മീയ ദാഹമുള്ളവരായ മനുഷ്യർ യേശുവിനെ കാണാൻ ആ കാലത്ത് വന്നിരുന്നു. അവരിൽ ഒരാളായിരുന്നു വാസ്തവത്തിൽ കനാന്യ സ്ത്രീ എന്ന് പറയുന്നത്. അവളുടെ സ്വന്തം ആവശ്യം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവളുടെ മകളുടെ സൗഖ്യത്തിനായിട്ട് പ്രത്യേകമായ ഒരു പരിഗണന ലഭിക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ അടുക്കൽ നിലവിളിച്ച് നിൽക്കുന്ന ഈ കനാന്യ സ്ത്രീ, ഈ കനാന്യ സ്ത്രീയുടെ സൗഖ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ യേശു തമ്പുരാൻ സൗഖ്യദായകനാണ് എന്നുള്ള ഒരു തിരിച്ചറിവും വിശ്വാസവും ഈ കനാന്യ സ്ത്രീയിലുണ്ടായിരുന്നു. രണ്ടാമതായി, ചെറുപ്പം മുതലേ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെയുള്ള ദൈവങ്ങളെ ഉപേക്ഷിച്ച് ഒരു പുതിയ ആത്മീയ ദർശനത്തോടുകൂടി യേശുവിൽ ആശ്രയിക്കുന്ന സ്ത്രീയായി നാം ഇവിടെ കാണുന്നു. മൂന്നാമതായി, യേശുവിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന സ്ത്രീയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിരസിക്കൽ ഉണ്ടായിട്ടുണ്ട്,
എന്നാൽ യാചന പുരസ്സരം യേശുവിൻ്റെ അടുക്കൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകത ഈ സ്ത്രീയിൽ നാം കാണുന്നു. യാചന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കുകയല്ല. തനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ നിലകൊള്ളുന്നത്. മകളുടെ രോഗത്തിൽ നിന്ന് ആ രോഗത്തിന് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമെന്നുള്ള, അങ്ങനെ ആ ദൈവശക്തി പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ഒരു ദിവ്യ പുരുഷനാണ് യേശുവെന്ന് അവൾ വിശ്വസിച്ചിരുന്നു, ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ ആഴത്തിലുള്ള വിശ്വാസമാണ് വാസ്തവത്തിൽ ഈ സ്ത്രീയോട് യേശുദമ്പുരാൻ പറയുന്നത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുവിനെ സമീപിക്കുന്ന ഖനാന്യ സ്ത്രീ, അവൾ ആദ്യം തന്നെ വിളിക്കുന്നത് യേശുവേ ദാവീദ് പുത്ര എന്നുള്ള വിളിയാണ്. സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി ഓൺ മീ എന്ന് പറയുമ്പോൾ, എന്നിലേക്ക് നിന്റെ കരുണ വർഷിക്കണേ, നിന്റെ ആ പ്രത്യേകമായ ദൈവാനുഭവത്തിൻ്റെ അരൂപി എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മകളിലേക്ക് വർഷിക്കണമേ എന്നുള്ള ആ വിളിയിൽ അവൾ വിളിച്ചു തുടങ്ങിയത് യേശുവേ ദാവീദിൻ്റെ പുത്ര, ദാവീദ് പുത്ര എന്നാണ്. ഇവിടെ ഈ ഒരു പ്രത്യേക പേര് ഈ ഖനാന്യ സ്ത്രീ വിളിച്ചു പറയുമ്പോൾ, ആത്മീയ ശക്തിയോടെ പുറപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ദൈവപുരുഷനോടാണ് അവൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യം ഈ സ്ത്രീയിൽ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ യാചിച്ചു വന്നിരുന്ന, പരീക്ഷിച്ചു വന്നിരുന്ന ദൈവങ്ങളുടെ ശക്തിയെ അസാധുവാക്കിക്കൊണ്ട് ശക്തിയുള്ളവനായ ഒരു കർത്താവാണ്, യേശുവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നുള്ള ബോധ്യം ഈ ഖനാന്യ സ്ത്രീയിൽ അവളിൽ ഉണ്ടായിരുന്നു. യേശുദമ്പുരാൻ അവളുടെ അപേക്ഷ കണക്കിലെടുത്ത് വളരെ താമസിച്ചാണ് ഇതിനൊരു മറുപടി നൽകുന്നത്. ആദ്യം അവളുടെ പെറ്റീഷൻസ് എല്ലാം തമ്പുരാൻ നിരസിക്കുകയാണ്. യേശു ഇവിടെ മൗനം പാലിക്കുകയാണ്. പിന്നീട് പറഞ്ഞ 2 ഉത്തരങ്ങൾ അപേക്ഷയെ നിരസിച്ചു കളയുന്ന വിധത്തിലായിരുന്നു. ഒന്നാമതായി യേശു തമ്പുരാൻ പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളിലെ അടുക്കിലേക്കല്ലാതെ അയക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന തമ്പുരാൻ. 2 മക്കളുടെ അപ്പമെടുത്ത് ആയിക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല, ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന യേശു തമ്പുരാൻ. എന്താണ് പ്രിയപ്പെട്ടവരെ യേശു ഈ ഒരു മൗനം അവലംബിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത്? നാം ചിന്തിക്കണം. ആ ഒരു പശ്ചാത്തലവും തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആ പ്രത്യേകതകളുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ഈ ഖനാന്യ സ്ത്രീയുടെ മുന്നിൽ മൗനമായി നിലകൊണ്ടത് എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഏറ്റവും ഉചിതമായിരിക്കും. സ്ത്രീ വളരെ കാലമായി സത്യദൈവത്തിൻ്റെ സ്ഥാനത്ത് ഭൂതങ്ങളെയും ദുരാത്മാക്കളെയും പ്രതീക്ഷിച്ച് സേവിച്ചു വന്നു എന്നുള്ളതായിരിക്കാം. തുടർച്ചയായ വിശ്വാസത്തിൻ്റെ മുഴക്കം ഈ സ്ത്രീയിൽ നിന്ന് പുറപ്പെടുമ്പോൾ യേശുവിന് ചില ബോധ്യങ്ങൾ ലഭിക്കുകയാണ്. അവൾ പ്രണമിച്ച് യേശുവിൻ്റെ സന്നിധിയിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ്. യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങളും തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ആ ദിവ്യ പുരുഷന്റെ കരുണ കടന്നു വരാൻ ആ വാക്കുകൾക്കിടയാകുമെന്നുള്ള പ്രതീക്ഷ ഖനാന്യ സ്ത്രീയിൽ ഉണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അപ്പോഴും മൗനം അവലംബിക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഖനാന്യ സ്ത്രീയുടെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ, പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവളിലുള്ള നിശ്ചയദാർഢ്യം എന്തെന്ന് ചോദിച്ചാൽ, അവളുടെ യാചനകൾക്ക് ഉത്തരമുണ്ടാകണമെന്നുള്ള ലക്ഷ്യം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു.
അവൾ എന്തിനു വേണ്ടി കരയുന്നുവോ, അവൾ എന്തിനു വേണ്ടി ഹൃദയം നുറുങ്ങുന്നുവോ, ആ നുറുങ്ങലിന് ഉത്തരം ലഭിക്കാൻ പര്യാപ്തമേകുന്ന ഒരു ദിവ്യശക്തി യേശുവിൽ ഉണ്ട് എന്നുള്ള ആ വലിയ കരുതലും അവളുടെ ലക്ഷ്യവുമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. യേശുവിൽ നിന്നുണ്ടായ മൗനം തൻ്റെ ലക്ഷ്യത്തിൻ്റെ യാത്രയിൽ ഒരു തടസ്സമല്ല എന്നുള്ള ബോധ്യം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിലേക്കുള്ള പ്രയാണം നിർത്തിവെക്കുന്നതിന് കാരണമായി ഈ വാക്കുകളൊന്നും അവൾ ഗൗനിച്ചില്ല. പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ജീവിതം. അവളുടെ ആ നിമിഷങ്ങളിൽ തിരസ്കരണത്തിന്റെ വാക്കുകളായിരുന്നുവെങ്കിലും വീണ്ടും പരിശ്രമ ബോധ്യത്തോടെ അവൾ യേശുവിൻ്റെ സന്നിധിയിൽ നിലകൊണ്ടു എന്നുള്ളതാണ് യഥാർത്ഥമായ അനുഭവം. അവൾ നിരാശപ്പെട്ടില്ല. കാരണം നിരാശകൾക്കപ്പുറം പ്രത്യാശയുടെ ഒരു പുതുപുത്തൻ അനുഭവം അവളുടെയും മകളുടെയും ജീവിതത്തിൽ ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം ഈ ഖനാന്യ സ്ത്രീയിൽ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ മൗനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ ഖനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ അളക്കുക എന്നുള്ളതാണ്. അതിൽ കർത്താവ് അളന്നെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഖനാന്യ സ്ത്രീ ഉന്നതമായ തലത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു. രണ്ടാമതായി യേശുവിൻ്റെ മൗനത്തിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ വിശ്വാസത്തിൻ്റെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഇങ്ങനെ ഒരു മൗനം ദീക്ഷിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വാക്കുപോലും അവളോട് പറയാതിരിക്കുന്ന തമ്പുരാൻ, കനാന്യ സ്ത്രീയുടെ യാചന മൗനത്തിലൂടെ തമ്പുരാൻ പ്രതികരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലയിടങ്ങളിൽ മൗനം ഒരു അനുഗ്രഹ പുണ്യമായി ഈ സന്ധിയിൽ നാം തിരിച്ചറിയണം. ഏതോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും വളരെ വാചാലരായി നേടുന്നതുവരെയും അതിനുവേണ്ടിയുള്ള പ്രയാണം ഏതർത്ഥത്തിലും നമ്മുടെയൊക്കെ വാക്കുകളുടെ ഘനം കൊണ്ട് നേടുന്നു എന്നുള്ള ചില ചിന്തകളൊക്കെ ഇടയ്ക്കിടെ നമ്മെ ഭരിക്കാറുണ്ട്. എന്നാൽ ഈ ദൈവ തിരുവചനം നമുക്ക് ഓർമ്മ നൽകുന്നത് യേശു തമ്പുരാൻ ഇവിടെ മൗനം പാലിക്കുകയാണ്. ജീസസ് ഡിഡ് നോട്ട് സേ എ വേർഡ് ടു ഹെയർ. അവളോട് ഒരു വാക്കും മിണ്ടാതെ മൗനമായിരിക്കുന്ന തമ്പുരാൻ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമെന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഭാഗമായി മൗനത്തെ അത് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. പ്രാർത്ഥനയുടെ ഭാഗമായി പാലിക്കുവാൻ നമുക്ക് കഴിയണം. സുറിയാനി സഭയുടെ പിതാക്കന്മാർ മൗനമായിരുന്ന് അന്തരാത്മാവിൽ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ പ്രാർത്ഥനാ പുരസ്സരം സ്വീകരിച്ച വ്യക്തികളായിരുന്നു. ഗുഹകളിലും മൊണാസ്ട്രികളിലും ഒക്കെയും ആയിരുന്ന് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ ഹിതം ആരായുന്ന നിമിഷങ്ങളായിരുന്നു. അവരുടെ മൗനത്തിൽ അനേകം പ്രാർത്ഥനാ ശലകങ്ങൾ, പ്രാർത്ഥനാ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ശക്തമായി അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു എന്നത് പ്രസ്താവ്യമാണ്. സങ്കീർത്തനം 39 രണ്ടാം ഭാഗത്തിൽ നാം കാണുന്നത്, ഞാൻ മൂകനും നിശബ്ദനുമായിരുന്ന് കഷ്ടകാലത്ത് ഉചിതമാണ് എന്നുള്ള തിരിച്ചറിവോടെ ദാവീദ് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മൂകനും നിശബ്ദനുമായിരിക്കുന്നു. കഷ്ടകാലത്ത് നാം പുലർത്തുന്ന മൗനം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ പടികൾ ചവിട്ടുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ദൈവഭവനത്തിൽ അല്ലെങ്കിൽ ദൈവാലയത്തിൽ നിശബ്ദതയിൽ തമ്പുരാനോട് സംസാരിക്കാനും യേശുവിൽ നിന്ന്, ദൈവത്തിങ്കിൽ നിന്ന് ഉത്തരങ്ങൾ ലഭിപ്പാനുമുള്ള വഴിയായി നിശബ്ദതയെ, മൗനത്തെ നമുക്ക് അവലംബിക്കേണ്ടത് ആവശ്യമാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം തിരുവചനം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്,
ഭൂമി മുഴുവനും അവിടുത്തെ മുമ്പിൽ മൗനം ഭജിക്കട്ടെ. ഭൂമി മുഴുവനും മൗനത്തിൽ ആയിരിക്കട്ടെ എന്നുള്ള തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ തമ്പുരാനോട് പറയുന്നതിനേക്കാൾ ഉപരി കേൾക്കാനുള്ള നമ്മുടെ കാതുകളെ ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ള നല്ല ഒരു തുറവിയായി മൗനത്തെ ആക്കി തീർക്കുമ്പോഴാണ് കൂടുതൽ ആഴത്തിൽ ദൈവസ്നേഹം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ മൗനം നമ്മെ കൂടുതൽ ഉന്മേഷത്തോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും ഒരു ദൈവ പൈതൽ എന്നുള്ള അനുഭവത്തിൽ നിലനിർത്തുവാനും നമ്മെ സഹായിക്കുന്ന ഘടകമാണെന്ന് നാം തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഖനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു പരിശോധിക്കുകയാണ്, ഒരു എക്സാമിനേഷൻ നടത്തുകയാണ്. ഈ എക്സാമിനേഷനിൽ വിജയിക്കുന്ന സ്ത്രീയെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രതിസന്ധികളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവ പദ്ധതി, ഗോഡ്സ് ഹിഡൻ പ്ലാൻ ഇൻ ക്രൈസിസ് ആൻഡ് ട്രയൽസ്. നമ്മുടെ പ്രതിസന്ധികളുടെയും പരിശോധനകളുടെയും അനുഭവത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവ പദ്ധതി നാം തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. ദൈവം അകലെയല്ല, ചാരത്ത് നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ ആ വഴികളെ തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പരിശോധനകളും ഇടയാക്കി തീർക്കണം എന്ന് ഓർമ്മപ്പെടുത്തത്തോണം ഈ സമയം ഒരു തിരുവചനം നാം വായിക്കുമ്പോൾ ആ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നതായ ആഴപ്പെട്ട ഒരു സംഭവം ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. വളരെ നാളുകളിലെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ചതായ ഒരു മകനായിരുന്നു വാസ്തവത്തിൽ ഇസഹാക്ക്. അബ്രഹാമിനെ വിളിച്ച് ദൈവം ആവശ്യപ്പെടുന്നത് തൻ്റെ ഏകജാതനായ മകനെ മോറിയ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ ബലി അർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നാളുകളേറെ കാത്തിരുന്ന് ലഭിച്ചതായ മകനെ ബലിയർപ്പിക്കണമെന്ന് ഒരു പിതാവിനോട് ആവശ്യപ്പെടുമ്പോൾ വളരെ വേദനാജനകമായ അനുഭവത്തിന്റെ നടുവിലാണെങ്കിലും ദൈവസ്വരത്തെ അനുസരിക്കുവാൻ തയ്യാറാകുന്ന അബ്രഹാം ബാല്യക്കാരെയും തൻ്റെ മകനായി ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുകയാണ്. 3-ാം ദിവസം യാത്ര ചെയ്ത് മോറിയ ദേശത്ത് എത്തുമ്പോൾ അബ്രഹാം ദൂരെ നിന്ന് സ്ഥലം കാണുകയും ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതായത് ബലിപീഠത്തെങ്കിലേക്ക് അവകാശപ്പെട്ടത് മാത്രം എത്തിച്ചേരാൻ ഉള്ള ഒരു വലിയ ചിന്തയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിറക് എടുത്ത് മകനായ ഇസഹാക്കിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് ഹൃദയഭേദകമായ ഒരു അനുഭവത്തിൽ മോറിയ മലയിലേക്ക് നടന്നു നീങ്ങുന്ന അബ്രഹാം എന്ന പിതാവ്. മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ ബലിമൃഗം അല്ലെങ്കിൽ ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ആഞ്ഞടിച്ച ഒരു ദുഃഖത്തിന്റെ അനുഭവമാണ് വാസ്തവത്തിൽ അബ്രഹാമിൽ നാം കാണുന്നത്. യാഗപീഠം പണിത് വിറക് എടുത്ത് വെച്ച് ബാക്കി ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ആ കുഞ്ഞിനെ ബലിപീഠത്തിന്മേൽ കിടത്തി പിതാവ് വളരെ വേദനയോടെ ആ കുഞ്ഞിനെ ബലി കഴിക്കുവാൻ തക്കവണ്ണം കത്തിയെടുത്ത്
അവന്മേൽ വീശുന്നതായ നിമിഷമാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്. അബ്രാമേ അബ്രാമേ എന്ന് വിളി കേൾക്കുമ്പോൾ ഇതാ എന്ന് മറുപടി പറയുകയാണ്. ബാലന്റെ മേൽ കൈവെക്കരുതേ എന്നുള്ള ശബ്ദം കേൾക്കുകയാണ്. പിന്നീട് ബാലന് പകരം, ഇസഹാക്കിന് പകരം ഒരുക്കപ്പെട്ടിരിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലി കഴിച്ച് യാഗമർപ്പിച്ച് മടങ്ങുന്ന അബ്രഹാമിനെ നാം ഇവിടെ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു ത്യാഗം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെ ദൈവം കടത്തിക്കൊണ്ട് പോകുകയാണ്. ആസ്കിങ് ഫോർ ഗ്രേറ്റ് സാക്രിഫൈസ്. ഒരു വലിയ ത്യാഗമാണ് വാസ്തവത്തിൽ ഈ പിതാവിൽ നിന്ന്, അബ്രഹാമിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമെന്ന് പറയുന്നത്, അവിടെ ഒരു യാഗപീഠം പണിഞ്ഞ ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് അബ്രഹാം പേരിടുകയാണ്. കർത്താവ് പ്രദാനം ചെയ്യുന്ന എന്ന അർത്ഥമുള്ള ഒരിടമാക്കി അവിടെ അബ്രഹാം മാറ്റുകയാണ്. പിന്നീട് നാം വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവിടെയുള്ള സമൃദ്ധിയുടെ അനുഗ്രഹത്തെ നൽകുന്ന ദൈവത്തെയാണ്. പിന്നീട് ശത്രുവിൽ നിന്നുള്ള ഒരു വിജയം നൽകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്ന ഒരു ജനതയായി മാറുന്നു. സന്തതിയിലൂടെ ലോക ജനതയെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം അബ്രഹാമിനെ ദൈവം ഒരുക്കുന്ന സന്ദർഭം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ വലിയൊരു ത്യാഗം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വാരി വിതറി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നൽകുവാൻ തക്കവണ്ണം തിരുമനസ്സാകുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ സന്ധ്യയിൽ നാം തിരിച്ചറിയണം. രണ്ടാമതായി, യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ ശക്തമായി കാണുന്ന ഒരു ഭാഗമുണ്ട്. അത് വളരെ പരിചിതമായ ഭാഗമാണ്. അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്ന തമ്പുരാന്റെ മാധുര്യമേറിയ സ്നേഹത്തിന്റെ അളവ് കാണുവാൻ കഴിയുന്ന ഒരു തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇവിടെ യേശുവിനെ പിൻപറ്റുന്ന ഒരു ജനതയ്ക്ക് ആവശ്യമായിരിക്കുന്ന വിളമ്പിക്കൊടുക്കുവാൻ, അവരെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന തമ്പുരാൻ ചോദിക്കുന്നുണ്ട് ഫിലിപ്പോസിനോട്, ഇവിടെ ശിഷ്യഗണത്തിനോട് ചോദിക്കുകയാണ്, ഇവർക്ക് ഭക്ഷിപ്പാനായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഫിലിപ്പോസ് പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും ഇവരെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഒരു കണ്ടെത്തൽ നടത്തി ആ മറുപടിയാണ് വാസ്തവത്തിൽ യേശു തമ്പുരാൻ അതൊരു അത്ഭുതമാക്കി മാറ്റുന്നത്. ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട് എന്ന് പറയുകയാണ്. ആളുകളെ പന്തിക്കിരുത്തി തമ്പുരാൻ വാഴ്ത്തി നുറുക്കി അത് ശിഷ്യരെ ഏൽപ്പിക്കുകയാണ്. വേണ്ടുവോളം കഴിച്ച് തൃപ്തരായി 12 വൻകുട്ടകളിൽ നിറയ്ക്കപ്പെടുന്ന ദൈവപദ്ധതി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് പ്രയാസമുള്ള ഒരു ജോലി നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഇടയിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ബൈ ഗിവിങ് ഡിഫിക്കൽട്ട് വർക്ക്. ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് ഇവരെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്? ഒരു പരീക്ഷ പോലെ നമ്മുടെ മുമ്പിലും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ചില ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ടാകാറുണ്ട്. എങ്ങനെയാണ് കർത്താവേ ഇനി മുന്നോട്ടുള്ള എൻ്റെ ജൈത്രയാത്ര എങ്ങനെ തുടരുമെന്നുള്ള ചോദ്യങ്ങൾ നമ്മിൽ അവശേഷിക്കാറുണ്ട്. ജീവിത പങ്കാളിയെക്കുറിച്ചാവാം,
മക്കളെ പ്രതിയാവാം, ജീവിതത്തിൽ ഈ കാലങ്ങളിൽ നേരിടുന്ന ഏതെങ്കിലുമുള്ള അഗ്നിശോധനകളാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ അത്ഭുതത്തിൻ്റെ വർധനവ് നടത്തുന്ന ദൈവത്തിൻ്റെ ഒരു കരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സും ശാന്തതയുമാണ് ഈ കാലങ്ങളിൽ നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ആ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ഏൽപ്പിക്കുന്ന ആ വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവരെല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച 12 കുട്ടകളിൽ നിറച്ചു എന്നുള്ളതാണ്. വർധനവ് ശിഷ്യ സമൂഹവും ജനവും അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ഇടയാക്കി. കേട്ടിരുന്നത് പോലെയല്ല, മറിച്ച് കൃതജ്ഞതാ പുരസ്സരം ആ ജനം അവിടെ നിന്ന് പിൻവാങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രയാസമുള്ള ജോലി ഈ കാലങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിക്കും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും ഒളിച്ചോടുവാനുമല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്നിരിക്കാനുള്ള, അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു നല്ല മനസ്സാണ്, ഒരു നല്ല ഹൃദയമാണ് തമ്പുരാൻ ഈ സന്ധിയിൽ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, പ്രയാസമുള്ള വഴിയിലൂടെ നമ്മളെ നടത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത അവരുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രതിസന്ധി കാലഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടതായി വന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വളരെ കൃത്യമായി ആ വിഷയങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളൊക്കെയും നീ ഓർക്കണം. ഇതാണ് ഈ തിരുവചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ, പ്രയാസമുള്ള വഴിയിലൂടെ ഇസ്രായേൽ ജനതയെ നടത്തിക്കൊണ്ട് ഒരു വലിയൊരു ആവശ്യമല്ലെങ്കിൽ വലിയൊരു കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ ദൈവത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. വാക്കിംഗ് ത്രൂ എ ഡിഫിക്കൽട്ട് പാത്ത്. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂയാത്ര 40 സംവത്സരമായി അവർക്ക് പിന്നിടുവാനായിട്ട് ഇടയാകുന്നുണ്ടെങ്കിൽ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് വളരെ കൃത്യമായി ദൈവ തിരുവചനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ്? ഒന്ന്, നിങ്ങൾ ജീവിച്ചിരിക്കണം. ആസ് ലോങ് ആസ് യു ലീവ്, നിങ്ങൾ ജീവിച്ചിരിക്കണം. 2, എണ്ണത്തിൽ നിങ്ങൾ വർദ്ധിക്കണം. മൾട്ടിപ്ലൈ ഇൻ നമ്പർ. 3, വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് അവകാശം സ്ഥാപിക്കണം. യു മേ ലീവ് ഇൻ ദ ലാൻഡ് എ ലോങ് ടൈം. വാഗ്ദത്ത ദേശത്ത് അനേക നാൾ നിങ്ങൾ ജീവിക്കണം. മറ്റൊന്ന്, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായി മാറണം. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ കാലങ്ങളിൽ ദൈവം പ്രയാസമുള്ള ജോലികൾ നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. ഔദ്യോഗിക ജീവിതത്തിലാവട്ടെ, സഭാ അന്തരീക്ഷങ്ങളിലാവട്ടെ, നമ്മളായിരിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ ചില അധ്വാനം, ചില പ്രയാസമേറിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിക്കുമ്പോൾ അവിടെ നിന്നും ഉള്ള ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് തമ്പുരാന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസപൂർവം അതിനെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ ഫലം അണിയിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങളെ എളിമപ്പെടുത്തുവാൻ, നിങ്ങളെ താഴ്ത്തുവാൻ, കൽപ്പനകളുടെ അനുസരണത്തിൽ, കൽപ്പനയിൽ ശ്രദ്ധാലുക്കളായി അതനുസരിക്കുന്നവരായി മാറാൻ തൻ്റെ സ്വന്തം ജനതയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഈ തിരുവചനം നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൻ്റെ യാത്ര ആരംഭിച്ച് എത്രയോ നാളുകളായി, എത്രയോ വർഷങ്ങളായി നാം ജീവിതത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ നാട്, അവിടെ നിന്നും പഠനത്തിനായി കടന്നുപോയ മേഖലകൾ, പിന്നീട് ദൈവം ഒരുക്കിയതായ ജോലിയുടെ മേഖലകൾ,
ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതായ ഇന്നത്തെ ഇടങ്ങൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഏതെല്ലാം കഷ്ടനഷ്ടങ്ങളിലൂടെയും പരിശോധനകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ആ പരിശോധനകളുടെ നടുവിലും തളർന്നു പോകാതെ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ഈ ബൈബിൾ കൺവെൻഷൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. പരീക്ഷകൾ അനുവദിച്ചുകൊണ്ട് നമ്മെ അളന്ന് തൂക്കുന്ന ദൈവത്തെ യാക്കോബിന്റെ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വളരെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അതശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. വിശ്വാസത്തിൻ്റെ പരീക്ഷണം സ്ഥിരത ലഭിക്കുന്നുവെന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് അലോയിങ് ക്രൈസിസ്. ദൈവം അനുവദിച്ചിരിക്കുന്ന ചില ക്രൈസിസുകൾ, ചില പരീക്ഷകളുടെ അനുഭവങ്ങൾ, അത് നമുക്ക് ആ സ്ഥിരത പൂർണ്ണഫലം നമ്മിൽ ഉളവാക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, നിരാശകൾക്കപ്പുറത്ത് പ്രത്യാശയുടെ തീരത്ത് നമ്മെ ചേർത്ത് നിർത്തുന്ന, സംരക്ഷണം നൽകുന്ന ദൈവകരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിവോടെ അചഞ്ചലമായ ഒരു ഹൃദയം നമ്മിൽ രൂപപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവ തിരുവചനം കനാന്യ സ്ത്രീയിൽ ആരംഭിച്ച് അവളുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തീഷ്ണത മറ്റ് വേദവചനത്തിലൂടെ നാം കടന്നുപോയി വലിയ ത്യാഗം ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ദൈവപദ്ധതിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. എന്നാൽ അതിനപ്പുറം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവ തിരുമുമ്പാകെ ക്ഷീണിതരായി സങ്കടഹൃദയത്തോടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വേദനകളുടെ അന്തരീക്ഷത്തിൽ കനിഞ്ഞിറങ്ങുന്ന വിശ്വാസത്തിൻ്റെ ആഴത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ നാം ഇന്ന് തിരിച്ചറിയുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. പ്രാർത്ഥനയിൽ വിശ്വാസപൂർവം നാം നിലനിൽക്കുമ്പോൾ ഊറിയിറങ്ങുന്ന ദൈവസ്നേഹത്തിൻ്റെ കുളിർമ നൽകുന്ന കാറ്റ് വിശ്വാസ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്കിടയാകണം. പിൻവാങ്ങാതെ പ്രാർത്ഥിച്ച കനാന്യ സ്ത്രീ പോലെ നീണ്ടു നിൽക്കുന്ന ചില ദുരന്തങ്ങൾ തുടർച്ചയായ പരിശ്രമത്തിലൂടെയും മൗനത്തിലൂടെയും ക്ഷമാപുരസ്സരം കാത്തിരിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വരുമെന്ന് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചില പരാജയ അനുഭവങ്ങൾ ഇന്ന് നിങ്ങളെ നേരിട്ടിട്ടുണ്ടാവാം. എന്നാൽ ആ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയണം. വിശ്വാസിയുടെ ഒരു ദൈവ പൈതലിൻ്റെ ദയനീയമായ അവസ്ഥയിൽ നന്മയ്ക്കായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരുതൽ ഈ സന്ധ്യയിൽ നമുക്ക് തിരിച്ചറിയാം. ദൈവം മൗനമായി നിൽക്കുന്നുവെങ്കിൽ മറഞ്ഞിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുടെ പടിവാതിലുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ സന്ധ്യയിൽ നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഭാഗമാക്കി മൗനത്തെയാക്കി തീർക്കാം. കഷ്ടകാലത്ത് മൗനം ഉചിതമായി നമുക്ക് സ്വീകരിക്കാം. ദൈവസന്നിധിയിൽ ദൈവഭവനത്തിൽ മൗനത്തോടിരുന്ന് കേൾക്കാൻ നമ്മുടെ കാതുകളെ കുറിപ്പിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം സ്വർഗീയ കനാനിനെ തേടിയുള്ള സ്വർഗത്തിലേക്ക് പോകാൻ ദൈവമക്കളെ ഒരുക്കുന്ന നാളുകളാണ്. അവിടെയും ഇവിടെയുമായി യുദ്ധത്തിൻ്റെ ഭീഷണികളും വിട്ടുമാറാത്ത രോഗങ്ങളും കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുമൊക്കെ ഇന്ന് നമ്മളെ അലട്ടുന്നുണ്ടാവാം. എന്നാൽ അതിനപ്പുറത്ത് ജയം തരുന്ന, പ്രതിസന്ധികളിൽ വിജയം തരുന്ന
ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. God's hidden plan in crisis and trials. പ്രതിസന്ധികളിൽ, പരിശോധനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവപദ്ധതി. ഈ ലോകം ശാശ്വതമല്ല. ഈ ലോകത്തിൻ്റെതായ പദ്ധതികളിൽ നാം ഇന്ന് സുരക്ഷിതരാണെന്ന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം. സമ്പാദ്യമോ പ്രബലരായ മക്കളോ പാരമ്പര്യങ്ങളോ നമ്മളെ ശക്തിപ്പെടുത്തും, സഹായിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ തേടി ദൈവം പ്രവർത്തിക്കുന്നവരെയും കാത്തിരിക്കാനും നിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ആഴത്തിൽ ദൈവത്തെ തൻ്റെ പ്രവൃത്തികളെ സ്വീകരിക്കാനുള്ള ഒരു വിളിയാണ് ദൈവം ഈ നാളുകളിൽ തന്നിരിക്കുന്നതും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നതായ പ്രതിസന്ധികളെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതം ശാശ്വതമല്ല. ഈ ലോക ജീവിതം വിട്ടേ മതിയാകൂ. എന്നാൽ ഇവിടം നിന്ന് മറ്റൊരിടം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. അതാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുന്നു. ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയ ഇടങ്ങളിലേക്ക് നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ വരുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ ശക്തമായി എഴുതപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ അകമ്പടി, ശബ്ദം, കാഹളധ്വനി ഇവയോടുകൂടി കടന്നു വരും. മരിച്ചവർ മുന്നമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവനോട് കൂടെ ചേർക്കപ്പെടും. കല്ലറകളിൽ ഉറങ്ങുന്നവർ അവന്റെ ശബ്ദം കേട്ടുണരുമെന്നും നാം ദൈവത്തോടു കൂടെ, യേശുവിനോട് കൂടെ ചേരുമെന്നുള്ള പ്രത്യാശയാണ് നമ്മെ ഭരിക്കേണ്ടത്. ഈ ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങളിലും ഒരുപക്ഷെ സന്തോഷം ലഭിക്കുന്ന ഒത്തിരി മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ സ്വർഗീയ കനാനിനെ തേടിയുള്ള നിന്റെ യാത്രക്കിടയിൽ ഏതെങ്കിലും വിഘ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വിഘ്നങ്ങൾ ഏതെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ അതിൻ്റെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിലൊരു വിശുദ്ധിയിലേക്കുള്ളൊരു വളർച്ചയായി നാം അതിനെ മാറ്റി തീർത്ത് കൂടുതൽ ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കിടയാകണം. കാലം അതിൻ്റെ അന്ത്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാലങ്ങൾക്ക് അതീവമായ ശ്രദ്ധ നാം ചെലുത്തിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ വഴികൾ തേടുവാൻ നമുക്ക് ഒരു പുതിയ ജീവിത പന്ഥാവ്, ഒരു പുതിയ ജീവിത സംസ്കാരം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ തുറക്കണം. നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല, വ്യക്തിപരമായി നീ യേശുവിലാണോ എന്ന് ഈ സന്ധ്യയിൽ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കാരണം സ്വർഗീയ കനാനിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്, സ്വർഗീയ സഫലം ഈ യാത്രയെന്നാണ്. ഈ വാക്കാണ് വാസ്തവത്തിൽ നമ്മുടെ ചിന്തയായി ഇന്നും നിലനിൽക്കുന്നത്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കനാനിലേക്കുള്ള യാത്രക്കാരായി ഇതൊരു റെന്റഡ് പ്ലേസ് മാത്രമാണിത്. കാരണം ഏത് നിമിഷവും ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെടാം. ഏത് മാർഗേനയും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടാൻ ദൈവം നമുക്ക് വഴിയൊരുക്കുമ്പോൾ ആ വഴിയുടെ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപപൂർണരായി ഈ നോമ്പിൽ തമ്പുരാനെ ലക്ഷ്യമാക്കിയുള്ള ചൈത്രയാത്ര നമുക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമുക്കറിയാം, പ്രതിസന്ധികളിൽ, പരിശോധനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവപദ്ധതി എന്തെന്ന്. വലിയൊരു ത്യാഗം ആവശ്യപ്പെട്ടുകൊണ്ട് അബ്രഹാം പിതാവിനെ ദൈവം പരീക്ഷിക്കുമ്പോൾ ദൈവപരീക്ഷയുടെ മുന്നിൽ പതറാതെ തൻ്റെ മകനു വേണ്ടി ആ ദൈവസ്നേഹത്തിന് ആഴത്തിൽ വില കൊടുത്തുകൊണ്ട് തൻ്റെ മകനെ പോലും ത്യാഗമർപ്പിക്കുവാൻ തക്കവണ്ണം മനസ്സായ ഒരു പിതാവിനെ, ആ വലിയ ത്യാഗമാണ് വാസ്തവത്തിൽ
ഇന്ന് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ വിവിധ തലങ്ങളിൽ തമ്പുരാൻ ആവശ്യപ്പെടുന്നെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ വസ്തുവകകളേക്കാൾ, എല്ലാ സന്തോഷങ്ങളേക്കാൾ വലിയ വിലയാണ് എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾക്കെന്ന് തിരിച്ചറിഞ്ഞ് ആ വാക്കുകളെ അനുസരിക്കാൻ കഴിയുന്ന ത്യാഗമനോഭാവം നമ്മിൽ വളരട്ടെ. പ്രയാസങ്ങളുള്ള ജോലി ഇവിടെ നൽകുന്ന ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന കർത്താവിനെ നാം കണ്ടു. ഫിലിപ്പോസിനോട് പറഞ്ഞു, അവർക്ക് ഭക്ഷണം ഒരുക്കുവാൻ തക്കമുള്ള മാർഗമൊരുക്കുവിൻ എന്ന് പറയുമ്പോൾ 200 പണത്തിൻ്റെ വില കൊണ്ട് ഇവരെ എങ്ങനെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ഫിലിപ്പോസിനെ നാം കണ്ടു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ബാലന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 5 അപ്പത്തെയും 2 മീനിനെയും തമ്പുരാന്റെ പക്കൽ ഏൽപ്പിക്കുമ്പോൾ വലിയൊരു പ്രയാസമുള്ള ജോലി അത് കർത്താവിന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ശിഷ്യന്മാരുടെ മുഖത്ത് തെളിഞ്ഞതായ ഒരു സന്തോഷമുണ്ട്. കാരണം അധികമായിരുന്ന ജനത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഉപരിയായി വൻകുട്ടകളിൽ നിറയെടുക്കുന്ന അത്ഭുതത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഗുരുവിൽ നിന്ന് വരുന്നത് കണ്ട് സന്തോഷിക്കുന്ന ശിഷ്യഗണത്തെ പോലെ, ആ ജനസമൂഹത്തെ പോലെ പ്രയാസമേറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മേഖലകളിൽ അതിന് വർധനവ് നൽകി അനുഗ്രഹിച്ച് അതിൻ്റെ പടവുകളിൽ ചവിട്ടുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രയാസമേറിയ വഴികളിലൂടെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുമ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. വാക്കിംഗ് ത്രൂ എ ഡിഫിക്കൽട്ട് പാത്ത്. അനേക ദിവസങ്ങൾ, അനേക സംവത്സരങ്ങൾ പിന്നിട്ടെങ്കിലും ദൈവത്തിൻ്റെ കരുതൽ ആ സ്വന്തം ഇസ്രായേൽ ജനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം, ആഴത്തിൽ അവരെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ആ പ്രയാസഘട്ടങ്ങൾ അവരിലൂടെ ദൈവം പ്രതീക്ഷിച്ചപ്പോൾ അതൊരു അനുഗ്രഹമായി ഇസ്രായേൽ ജനം ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി നാം കണ്ടു, പരീക്ഷകളിൽ ആ പ്രതിസന്ധികൾ അനുവദിച്ചുകൊണ്ട് ദൈവം നമ്മളുടെ വിശ്വാസത്തിന്റെ ആഴം അളന്നെടുക്കുകയാണ്. ആ ആഴത്തിൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയുള്ളവരായി മാറാൻ ഈ സന്ധ്യയിൽ ഈ തിരുവചന കേൾവി ഇടയായിത്തീരണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ദൈവസന്നിധിയിൽ നമ്മുടെ ശിരസ്സുകളെ നമിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന, വ്യക്തിപരമായി നമ്മെ അറിയുന്ന, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മെ രൂപപ്പെടുത്തി ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ തണലിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മെ കരുതുന്ന, സ്നേഹിക്കുന്ന, നമ്മെ വളർത്തുന്ന ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഞാനെന്ന ഭാവത്തെ വെടിഞ്ഞുകൊണ്ട് ദൈവം സ്നേഹമാണെന്ന്, ദൈവം സ്നേഹം തന്നെ എന്ന് അരുളി ചെയ്ത ആ തമ്പുരാന്റെ സ്നേഹ ചുവട്ടിലേക്ക്, ആ കാൽവരിയുടെ ചുവട്ടിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവൻ കരുണാമയനാണ്. അവൻ മനസ്സലിവുള്ളവനാണ്. ഹൃദയം നുറുങ്ങലുകൾ സംഭവിക്കുമ്പോൾ ചേർന്നിരിക്കുന്ന, സമീപസ്ഥനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ഛായയിലും അവൻ്റെ രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യർ നാം ഓരോരുത്തരും ദൈവ സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവോടെ നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിയ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ഓരോ കണ്ണുനീരുകളെയും, ഹൃദയത്തിൻ്റെ വേദനകളുടെ ഓരോ തുടുപ്പുകളെയും അറിയുന്ന സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരത്തിലാണ് നാം ഈ സന്ധ്യയിൽ സമർപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോ ഭാവങ്ങളെയും തിരിച്ചറിയുന്ന ദൈവം,
നമ്മുടെ മുഖത്തേക്ക് നോക്കി ദൈവ പൈതലിൻ്റെ മുഖത്തിൻ്റെ സന്തോഷാനുഭവങ്ങളിലേക്ക് നമ്മെ തിരിപ്പിച്ചു വിടാൻ കൊതിക്കുന്ന സ്നേഹനിധിയായ പിതാവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനാണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നീറയും. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മെ സ്നേഹത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന, ആഴത്തിൽ നമ്മെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനാണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നീറയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിൻ ഉള്ളം തേങ്ങും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിൻ ഉള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. കുഞ്ഞേ, നിന്റെ മുഖം പാടുമ്പോൾ നിന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവ് എനിക്കും നിങ്ങൾക്കുമായിട്ടുണ്ട്. നിന്റെ ഏതോ ഒരു പ്രതിസന്ധികളിൽ, ഏതോ ഒരു വേദനകളിലോ രോഗങ്ങളിലോ ക്ഷീണങ്ങളിലോ, നിന്റെ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലോ ജോലി ഭാരത്തിലോ നീ അനുഭവിക്കുന്ന നിന്റെ കണ്ണുനീരുകൾ നീ തൂകുമ്പോൾ നിന്നോടൊപ്പം കരയാൻ കഴിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ രാത്രിയിൽ നമുക്കുണ്ടാവട്ടെ. നിന്റെ മിഴി നിറയുമ്പോൾ തമ്പുരാന്റെ മിഴികളും നിറയുമെന്ന് ഈ ഗാനത്തിലൂടെ നാം ചേർന്ന് പാടുകയാണ്. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനാണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നീറയും. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. ആഴത്തിൽ ഞങ്ങളെ സ്പർശിക്കണമേ. നിന്റെ തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മുഖം വാടുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന പൊന്നുതമ്പുരാനെ, നിന്റെ മുഖം വാടുമെന്നും ഞങ്ങളുടെ മിഴികളിൽ കർത്താവെ കണ്ണുനീരുകൾ വന്ന് നിറയുമ്പോൾ നിനക്കും വേദനാജനകമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകുന്നു. അത്രമാത്രം ആഴത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. കർത്താവേ, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്നും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും ഈ സന്ധ്യയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, പാപം ചെയ്ത് അകലുമ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന, ഞങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരുന്ന ദിവ്യ സ്നേഹാനുഭവമായ കർത്താവേ, ഈ സന്ധ്യയിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ പിഴകൾ ചൊല്ലുമ്പോൾ ഞങ്ങളെ കുറിച്ച് വേദനിക്കുന്ന ഒരപ്പൻ ഞങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ,
എന്നാൽ നന്മകൾ ചെയ്യുമ്പോഴും മനം തുടിക്കുന്ന ഒരു അപ്പൻ ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധി വേളകളിൽ ഞങ്ങളെ തോളിലെടുത്ത് ആഴത്തിൽ ഞങ്ങളെ സ്നേഹിച്ച് വഴി നടത്തുന്ന ഒരു നല്ല ഇടയനുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിന്റെ ദിവ്യമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, മഹത്വം, മഹത്വം. പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ കരുതുന്ന ദൈവമേ, ഞങ്ങളിലുള്ള പ്രയാസ അനുഭവങ്ങളും ത്യാഗങ്ങളും ഞങ്ങളിലേക്ക് ഇട്ടുവെക്കുമ്പോൾ അതിനപ്പുറം ജയം തരുന്ന ഒരു ദൈവത്തിൻ്റെ ചൈതന്യമേ, ചിലയിടങ്ങളിൽ ഞങ്ങളെ വഴി നടത്താതെ നിന്റെ തോളിൽ മേൽ വഹിച്ച് ഞങ്ങളെ മറുകരയെത്തിക്കുന്ന ദൈവമേ, ആഴത്തിൽ നിന്നെ തിരിച്ചറിയുവാൻ ഈ കൺവെൻഷന്റെ 2-ാം ദിവസം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന വേദനകളെ നീ ഒപ്പിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ ആർപ്പോടെ കൊയ്യുമെന്ന് നിന്റെ തിരുവചനം ഞങ്ങൾക്ക് തരുന്ന ഉറപ്പാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. എന്നാൽ ദൈവാനുഭവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിലനിന്നിരുന്ന കനാന്യ സ്ത്രീയുടെ മകൾക്ക് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നരുളി ചെയ്ത ദൈവമേ, അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചവനായ കർത്താവേ, വെറും 5 അപ്പവും 2 മീനും കൊണ്ട് മുഴുവൻ ജനതയെയും തൃപ്തിപ്പെടുത്തുവാൻ ശക്തമായ ഒരു വലിയ അത്ഭുതത്തെ ആ ജനത്തിന്റെ മുന്നിൽ നീ നൽകിയെന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരിയേറെ പരിഭവങ്ങളും സങ്കടങ്ങളും വേദനകളുമായി അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്ന നിന്റെ മക്കളായ അടിയങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും നനച്ചിരിക്കുന്നതിനും അപ്പുറമായി വർധനവ് നൽകി ഞങ്ങളുടെ കുടുംബ ജീവിതത്തെയും ആത്മീക ഭൗതിക ജീവിതങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രയാസമുള്ള വഴികളിലൂടെ ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വഴി നടത്തിയെങ്കിൽ അതിനപ്പുറം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഇസ്രായേൽ ജനത്തിന്മേലുണ്ടായിരുന്നുവെന്നും അവരെ താഴ്മയോടെ നടത്തുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളെ തിരിച്ചറിയുവാനും ശക്തീകരിച്ച ഇസ്രായേലിലേക്ക് ഇറങ്ങി വന്ന ചൈതന്യമേ, പുതിയ നിയമ ഇസ്രായേലായ അടിയങ്ങളോട് ആ ചൈതന്യത്തിൻ്റെ ശക്തി തെളിച്ചു തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അത് ഞങ്ങളെ മാറ്റിപ്പറിക്കുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ പടിവാതിലാണെന്നുള്ള തിരിച്ചറിവ് തന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ പ്രബുദ്ധമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ ആ ദിവ്യ അനുഭവം ഞങ്ങളിലേക്ക് പകരണമേ. സ്വർഗീയ കനാനിനെ തേടിയുള്ള യാത്രയിൽ ചില വിഘ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് കർത്താവ് ഈ നാളുകളിൽ സത്യ അനുതാപത്തോടെ വിശുദ്ധിയിലൂടെ വളർച്ചയിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ആ യോശുവയോട് ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതമായ കാലങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങൾ ഈ കാലങ്ങളിൽ നേരിടുന്ന, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും സമാധാനത്തിൻ്റെ ആ കിരണങ്ങളെ ചില അധികാരികളിലേക്ക്, സമൂഹത്തിലേക്ക് അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. വ്യക്തി ജീവിതങ്ങളിൽ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്തീയ കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധിയിൽ ഞങ്ങളെ നിർത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.